കുവൈറ്റിൽ മരിച്ച ചാവക്കാട് തൃശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിന് മൃതദേഹം ഇപ്പോൾ ജന്മനാട്ടിലേക്ക് അല്പസമയം മുമ്പാണ് എത്തിച്ചത്. ഇപ്പോൾ വീട്ടിലേക്ക് ഭൗതിക ശരീരം എത്തിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രി തൃശൂരിൻ്റെ MP സുരേഷ് ഗോപി ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട്. അദ്ദേഹം അന്ത്യാഞ്ജലി അർപ്പിക്കാനും വീട്ടുകാരെ ആശ്വസിപ്പിക്കാനുമായി എത്തിയതാണ്. വിമാനത്താവളം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹം അവിടെയുണ്ട്. ദുഃഖസാന്ദ്രമായ അന്തരീക്ഷത്തിലാണിപ്പോൾ ഇവിടെ നാടും ഒക്കെ. കാരണം നാട്ടുകാർക്ക്, വീട്ടുകാർക്ക്, സുഹൃത്തുക്കൾക്ക് ഒക്കെ ഏറെ പ്രിയങ്കരനായിരുന്ന ബിനോയ് തോമസ് 5 ദിവസം മുമ്പ് മാത്രമാണ് കുവൈറ്റിലേക്ക് പോയത്. അവിടെ എത്തി അതിനുശേഷം അപകടമുണ്ടാകുന്നു. അപകടത്തെ തുടർന്നാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ല. വീട്ടുകാർക്ക് സംശയം തോന്നി. തുടർന്ന് നോർക്കയുമായി അവർ സംസാരിച്ചു, നോർക്കയുമായി ബന്ധപ്പെട്ടു, വിവരങ്ങൾ കൈമാറി. തുടർന്നാണ് ബിനോയ് തോമസും ഈ അപകടത്തിൽപ്പെട്ടു എന്നും മരണം സംഭവിച്ചു എന്നുമുള്ള വിവരം അറിയുന്നത്. ഏറെ വൈകാരികമായ നിമിഷങ്ങൾക്കാണ് മരിച്ചവരുടെ നാട്, ജന്മനാട് സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതാണ്. വലിയ ദുരന്തം, വലിയ ഒരു ദുരന്തത്തിൽ നമ്മുടെ നാടൊട്ടാകെ വിറങ്ങലിച്ച് അത് പക്ഷേ ആ തകിട് കൈമതാ വരുന്നത്. പതുക്കെ എടുക്കാം. ചേട്ടാ മുഖന്ന് ഈ സിപ്പിന്റെ സൽപ്പൂട്ടിൽ കഴിച്ചാണ്. അതിന് ആ ബാഗ് സൽപ്പൂട്ടി അവിടെ ഇങ്ങനെ താഴ്ത്തി റൗണ്ടാക്കി വെക്കും. ഹലോ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ആംബുലൻസില് പഞ്ഞിയുണ്ടോ? ആംബുലൻസില് കുവൈറ്റിൽ മരിച്ച ചാവക്കാട് സ്വദേശിയുടെ മൃതദേഹം ഭൗതിക ശരീരം ഇപ്പോൾ ജന്മനാട്ടിൽ എത്തിച്ചു എന്നുള്ളതാണ്. തൃശൂർ ചാവക്കാട് സ്വദേശി ബിനോയ് തോമസിൻ്റെ ഭൗതികദേഹമാണ് ഇപ്പോൾ അവിടെ എത്തിച്ചിട്ടുള്ളത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കമുള്ള പൗരപ്രമുഖരുടെ സാന്നിധ്യമുണ്ട് അവിടെ. 5 ദിവസം മുമ്പാണ് ബിനോയ് തോമസ് അവിടെ എത്തിച്ചേർന്നത്, കുവൈറ്റിലെത്തിയത്. തുടർന്ന് ഈ അപകടത്തിൽ അദ്ദേഹം പെടുകയായിരുന്നു. അങ്ങനെ ഏറെ സങ്കടകരമായ നിമിഷങ്ങൾക്കാണ് ഇപ്പോൾ ചാവക്കാട് പ്രദേശം സാക്ഷ്യം വഹിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ മരണപ്പെട്ട പ്രവാസികളായ ഇത്രയധികം ആളുകൾ മരണപ്പെടുന്ന ഒരു വലിയ ദുരന്തം, സമാനതകളില്ലാത്ത ഒരു ദുരന്തം സംഭവിക്കുന്നു. അതീവ ദുഃഖകരമായി തന്നെ ജനം, നാട്ടുകാർ, നാട് ഒക്കെ അതിനോട് വല്ലാത്ത തരത്തിൽ അതിനെ ഫീൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. സങ്കടകരമായ കാഴ്ചകളാണ്. കാരണം ഇവരൊക്കെ നാടിന് പ്രിയപ്പെട്ടവരാണ്. വീട്ടുകാർക്ക്, നാട്ടുകാർക്ക്, സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക് ഒക്കെ ഏറെ പ്രിയപ്പെട്ടവരാണ്. ഒരുപാട് സ്വപ്നങ്ങൾ
ബാക്കി വെച്ചാണ് ഇവരൊക്കെ മടങ്ങുന്നത് എന്നതും ഏറെ സങ്കടകരമായ ദുഃഖകരമായ ഒരു വാർത്തയാണ്. മലപ്പുറത്ത് മരിച്ച ബാഹുലേയൻ്റെ മൃതദേഹവും അല്പസമയത്തിനകം തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. CV അനുമോദ് ഉണ്ട്. അനുമോദ്, ദുഃഖകരമായ കാഴ്ചകളാണ് എങ്ങും, കേരളമെമ്പാടും ഇത്തരം തന്നെയാണ് കാര്യങ്ങൾ. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? നാടെങ്ങനെയാണ് ഈ മരണവാർത്തയോട്, ദുഃഖകരമായ കാര്യത്തോട് പ്രതികരിക്കുന്നത്? ബാഹുലേയൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കുന്നംകുളം കഴിഞ്ഞ് പിന്നിട്ടിരിക്കുന്നു. ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ സമയം കൊണ്ട് പുലാമന്തോളിൽ എത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വസതിയിലാണ്. എനിക്ക് പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇതിന് കുറച്ചപ്പുറത്തായിട്ടാണ് ബാഹുലേയൻ്റെ വീട്. അവിടെ ആദ്യം വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടുകാർക്ക് മൃതദേഹം കാണാനുള്ള സാഹചര്യം ഒരുക്കും. അതിനുശേഷം മതപരമായ ചടങ്ങുകളുണ്ട്, സാമുദായികമായ ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ഇവിടേക്ക് കൊണ്ടുവരിക. ഏകദേശം ഒരു 3/4 മണിക്കൂറോളം സമയം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരയുടെ പൊതുദർശനത്തിനുള്ള അദ്ദേഹത്തിന് അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ യാത്ര നൽകാനുള്ള സാഹചര്യം ഉണ്ടാകും. അതിനുശേഷം 4 മണിക്ക് ശേഷമായിരിക്കും ഇവിടെ നിന്ന് ഷൊർണൂരിലേക്ക് കൊണ്ടുപോവുക. ഷൊർണൂർ ശാന്തി തീരത്തിലാണ് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ബാഹുലേയൻ്റെ ഈ മരണവാർത്ത പുറത്തു വന്നത് മുതൽ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള ആളുകളുടെ ഒരു ഒഴുക്ക് കാണുന്നതാണ്. ബാഹുലേയൻ വളരെ ചെറുപ്പം മുതൽ തന്നെ ഈ ഒരു മേഖലയിൽ നാട്ടിൽ സജീവമായിരുന്നു. ക്ലബിൻ്റെ പ്രവർത്തനമാവട്ടെ, അതിന് ശേഷം യൂത്ത് കോൺഗ്രസിൻ്റെയും അതിന് മുമ്പ് KSUവിൻ്റെയും ഒക്കെ പ്രവർത്തനമാവട്ടെ, അത്തരത്തിൽ എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ബാഹുലേയൻ. പ്രളയത്തിൻ്റെ സമയത്താണെങ്കിലും അതിനു മുമ്പാണെങ്കിലും ഏത് ഘട്ടത്തിലും ജനങ്ങൾക്കൊപ്പം നിന്നിരുന്ന വ്യക്തിയായിരുന്നു. ഏറെക്കാലം നാട്ടിൽ കൺസ്യൂമർ ഫെഡിലെ ജീവനക്കാരനായിരുന്നു. അതിനുശേഷം അദ്ദേഹം പ്രവാസ ലോകത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം. 5 വർഷം മുമ്പാണ് അദ്ദേഹം കുവൈത്തിൽ പോയത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ 2023 മാർച്ചിലാണ് അദ്ദേഹം ഇതിനു മുൻപ് നാട്ടിലെത്തിയത്. അവസാനമായി അന്നാണ് നാട്ടിൽ വന്നു പോയത്. സാമ്പത്തികമായിട്ട് ഏറെ പരാധീനതകളുള്ള, ഏറെ ബുദ്ധിമുട്ടുകളുള്ള ഒരു കുടുംബം. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു. അതുപോലെ ഒരു അച്ഛൻ്റെ അതേ വഴി നടക്കുകയായിരുന്നു മകനും. അച്ഛൻ്റെ പൊതുപ്രവർത്തനത്തിൽ അച്ഛൻ്റെ മാതൃക പിൻപറ്റി സാധാരണക്കാർക്കൊപ്പം, സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയായിരുന്നു ബാഹുലേയൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് വേലായുധന് ജനങ്ങളോടുള്ള ഒരടുപ്പവും സ്നേഹവും, അതേ സ്നേഹം ജനങ്ങൾക്ക് തിരിച്ചും ഈ ഒരു കുടുംബത്തോടുണ്ട്. ഈ കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ എത്രമാത്രം പ്രിയപ്പെട്ടവരാണ് ഈ ഒരു കുടുംബത്തിലുള്ളവർ ഈ നാടിനെന്ന് കാണുന്ന അല്ലെങ്കിൽ തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രായഭേദമന്യേ വിവിധ ഈ ഒരു മേഖലയുമായി ബന്ധം നാട്ടിൽ ഉണ്ടായിരുന്നവരും പിന്നീട് നാട്ടിൽ നിന്ന് പുറത്തു പോയവരുമൊക്കെ ബാഹുലേയന് ഈ ഒരു വാർത്ത അറിഞ്ഞ് ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിനുമായി പരിചയമുള്ളവർക്കെല്ലാം പങ്കുവയ്ക്കാനുള്ളത് നല്ല ഓർമ്മകളും അനുഭവങ്ങളും മാത്രമാണ്. ഒരു പൊതുപ്രവർത്തകൻ്റെ ചെറുപ്പകാലം അത് ഈ ഒരു നാട് ഓർത്തെടുക്കുന്നത് ഇത്തരത്തിലൊക്കെയാണ്. എന്നാണെങ്കിലും അത് ഏതാനും നിമിഷങ്ങൾക്കകം എന്ന് പറയാം 3:15 അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവുമായിട്ടുള്ള ആംബുലൻസ് ഇവിടെ എത്തിച്ചേരും. അതിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ ഇപ്പോൾ തന്നെ ആളുകളെല്ലാം തന്നെ ഇവിടെ കാത്തിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 1 മണിക്കൂറോളം സമയം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ ഉണ്ടാകും. നമുക്കറിയാം, ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ആയിട്ടാണ് ബാഹുലേയൻ പോയിരുന്നത്. അദ്ദേഹത്തിന് നാട്ടിൽ തിരിച്ചെത്തണമെന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് പണിയാൻ ഘട്ടം ഘട്ടമായിട്ട് പല തവണകളായിട്ടാണ് അദ്ദേഹം പൂർത്തീകരിച്ചത്. ആ പൂർത്തീകരിച്ച വീട്ടിൽ കുറച്ചു കാലം പോലും താമസിക്കുവാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായില്ല. അത്രമാത്രം വേദന നിറഞ്ഞ ഒരു സാഹചര്യം. ഇനി ഈ ഒരു തിരിച്ചുവരവ്, ഇങ്ങനെ ഒരു മടങ്ങിവരവ് ആരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അത്രമാത്രം വലിയ ഒരാഘാതമാണ് ഈ ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് ബാഹുലേയൻ്റെ ഈ വിയോഗം. എന്നെങ്കിലും ഈ ഒരു നാടൊന്നാകെ തേങ്ങുകയാണ്, ശോകമൂകമാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിനെ കാണുവാൻ ഈ നാടൊന്നാകെ കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം ഏതാണ്ട് 3 മണിയോടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പുലാമന്തോളിലെ വസതിയിലെത്തും.
3 മണിയോടുകൂടി മൃതദേഹം ഭൗതിക ശരീരം എത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറെ ദുഃഖകരമായ ദുഃഖസാന്ദ്രമായ നിമിഷങ്ങളാണ് ഓരോ ഭവനങ്ങളിലും ഉള്ളത്, ഓരോ നാട്ടിലും ഉള്ളത്. ഈ വലിയ ദുരന്തം അത് സമാനതകളില്ലാത്ത ഒന്നാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ആരും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ദുരന്തമായി തന്നെ ആണിതിനെ കാണുന്നത്. അത്രത്തോളം ലോകത്തെ ഒന്നാകെ ഞെട്ടിച്ച കുവൈറ്റ് പോലെ ഈ സുരക്ഷാ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെയൊരു ദുരന്തം, അതിൽപ്പെടുന്നത് മലയാളികളായ നിരവധി ആളുകൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പ്രതീക്ഷകൾ പങ്കിട്ട് പ്രവാസ ജീവിതത്തിന് പോയി, നാടും വീടുമൊക്കെ മറന്ന് പ്രവാസ ജീവിതത്തിന് പോയി ജീവിതം കരുപ്പിടിപ്പിക്കാനായി കാത്തിരുന്ന അനവധി ആളുകൾക്കാണ് ഈ ദുരന്തം എന്നുള്ളത് കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഒരുപാട് ദുഃഖകരമായ അനുഭവങ്ങൾ തന്നെയാണ് പങ്കുവെക്കാനുള്ളത് പലർക്കും. ബന്ധുക്കൾക്കായാലും മറ്റും ബന്ധുക്കളൊക്കെ ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇവരുടെ മടങ്ങിവരവിനെ കാത്തിരുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ കൂടി ചേരുന്നുണ്ട്. ശരണ്യ, വലിയ അന്തരീക്ഷം, വളരെ ദുഃഖാർദ്രമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് ശരണ്യ ഉള്ളത് എന്ന് മനസ്സിലാകുന്നു. എങ്ങനെയാണ് നാട് ഇത്തരമൊരു വിയോഗ വാർത്തയോട് പ്രതികരിക്കുന്നത്? ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമൊക്കെ സംസാരിക്കുമ്പോൾ എത്രത്തോളം പ്രിയപ്പെട്ട ആളാണ് നഷ്ടപ്പെട്ടത് എന്നത് മനസ്സിലാകുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ശരണ്യ ആ വൈകാരികത പങ്കുവെക്കുന്നുമുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സാഹചര്യം? നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം കുവൈറ്റിൽ മരണപ്പെട്ട മുരളീധരൻ നായരുടെ വീട്ടിലാണ്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടി മൃതദേഹം എത്തിക്കുന്നതിനായി ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ കാത്തു നിൽക്കുകയാണ്. നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ആംബുലൻസ് പാല കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം 1.5 മണിക്കൂറോളം എടുത്ത് ആംബുലൻസ് തിരികെ ഇവിടേക്ക് എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന് മാത്രമാണ് സംസ്കാരമുള്ളത്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഘാതമാണ് ഈ സംഭവത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. 6 ജീവനുകളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ തീപിടുത്തത്തിൽ പൊലിഞ്ഞത്. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയായി വിദേശ നാട്ടിലേക്ക് പോയി ജോലിയെടുക്കാനായി പോയ ആളുകളാണ് ഇത്തരത്തിൽ ചേതനയേറ്റ ശരീരവുമായി നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി, ദുഃഖത്തോടെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഉറ്റവരായ ആളുകളൊക്കെ തന്നെ എല്ലാ വീടുകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് ഒരാളുടെ മാത്രമാണ് സംസ്കാരം നടക്കുക. അത് മുരളീധരൻ നായരുടെ സംസ്കാരമാണ്. ബാക്കിയുള്ള ആളുകൾ ഒക്കെ അവരുടെ ബന്ധുക്കളും മറ്റ് ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കേണ്ടത് കൊണ്ട് തന്നെ അത് ആ ഭൗതിക ശരീരങ്ങളൊക്കെ മോർച്ചറിയിലേക്ക് മാറ്റുമെന്നുള്ളതാണ്. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, അതായത് കഴിഞ്ഞ 2 ദിവസങ്ങളായി അതീവ ദുഃഖത്തോടു കൂടിയാണ് കേരളമൊട്ടൊക്കെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിൽ നിന്നും അത്തരമൊരു ദുഃഖത്തിലേക്ക് പോകുമ്പോഴും ഈ നാടിന് അതൊരു വലിയ ദുഃഖമായി മാറുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിന്റെ ഉടമ കൂടി ഈ സ്ഥലത്ത് നിന്നുള്ളതായതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് നിന്ന് നിരവധി ആളുകളാണ് അത്തരത്തിൽ ജോലി തേടി കുവൈറ്റിലേക്ക് പോയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ള മുരളീധരൻ നായരുടെ കാര്യം പരിശോധിച്ചാൽ തന്നെ അദ്ദേഹം കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് വിദേശത്ത് നിന്ന് മടങ്ങിയെത്തി വീണ്ടും തിരികെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. 61 വയസ്സാണ് അദ്ദേഹത്തിന്. അത് ഒരു ഘട്ടത്തിൽ ജോലി അവിടെ നിന്നും ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ അത് അവസാനിപ്പിച്ച്, പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ സെറ്റിൽ ചെയ്യാനായി വന്ന ആളാണ്. പക്ഷെ പിന്നീട് 1 വർഷത്തെ കൂടെ സേവനം കമ്പനി ആവശ്യപ്പെടുകയും അങ്ങോട്ട് മടങ്ങിപ്പോവുകയുമാണ് ചെയ്തത്. ഒടുവിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മടങ്ങി വരേണ്ട ഒരു അവസ്ഥ ഉണ്ട്. എന്തായാലും അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഇനി മടങ്ങി വരുന്നത് മറ്റ് പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവസാനിപ്പിച്ച ശേഷമായിരിക്കും താൻ മടങ്ങി വരുന്നതെന്നാണ് അദ്ദേഹം കുടുംബാംഗങ്ങളോടക്കം പറഞ്ഞിരുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് ആ ഒരു വാക്ക് ഈ രീതിയിൽ മാറി എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഒരു 1.5 മണിക്കൂർ പിന്നിട്ടാൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരത്തിൽ ഇന്ന് തന്നെ സംസ്കാരം നടത്തുമെന്നുള്ളതാണ്. പത്തനംതിട്ട ജില്ലയിൽ നിന്നും 6 പേർ, അതിൽ ഒരാൾ നിരണം സ്വദേശിയാണെങ്കിലും അദ്ദേഹത്തിന്റെ മാത്യു തോമസ്, അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ടുവരിക പാണ്ടനാട്ടെ, ആലപ്പുഴയിലെ, അതായത് ചെങ്ങന്നൂർ പാണ്ടനാട്ടെ വീട്ടിലേക്കാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. തിങ്കളാഴ്ചയാണ് മാത്യു തോമസിന്റേത്. ആകാശ് എന്ന 31 വയസ്സുകാരൻ. ഈ മരണത്തിൽ എല്ലാവരും വളരെയധികം ദുഃഖത്തിലാണ്. കാരണം ഈ ഓണാവധിക്ക് വരുമ്പോൾ വിവാഹത്തിലേക്ക് കടക്കേണ്ട അത്തരത്തിൽ പ്രതീക്ഷകളുമായിരുന്നു. ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്ത ആളാണ് ആകാശ്.
ആകാശിന്റെ സംസ്കാരം ശനിയാഴ്ച നടക്കുമെന്നാണ് കുടുംബാംഗങ്ങൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ചില ആളുകൾ വിദേശത്ത് നിന്നൊക്കെ എത്താനുണ്ട് ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. അതുകൊണ്ടാണ് സംസ്കാരം അങ്ങനെ നീട്ടിവെക്കുന്നത്. ഇവരുടെയൊക്കെ ഭൗതിക ശരീരം മോർച്ചറിയിലേക്ക് പോകും. ഔദ്യോഗികമായി പത്തനംതിട്ടയിൽ തിരുവല്ലയിൽ വെച്ച് ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി ഈ ബോഡി ഏറ്റുവാങ്ങും. അതിനുശേഷം ഇവിടുത്തെ പോലീസ് ഓഫീസർമാരുടെ അകമ്പടിയോടുകൂടിയാണ് ഓരോരുത്തരുടെയും വീടുകളിലേക്കും മറ്റ് മോർച്ചറി അടക്കമുള്ള ക്രമീകരണങ്ങളിലേക്കും ആ ഭൗതിക ശരീരം കൊണ്ടുപോവുക. 2 ദിവസമായി വളരെ ഞെട്ടലോടുകൂടിയാണ് ഓരോ സംഭവ വികാസങ്ങളും ഈ നാട് നോക്കിക്കാണുന്നത്. ആദ്യഘട്ടത്തിൽ 4 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ആദ്യം സ്ഥിരീകരിച്ച മരണങ്ങളിൽ ഒന്നായിരുന്നു മുരളീധരൻ നായർ. പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബത്തെ അറിയിക്കാൻ കഴിയാത്തൊരു സാഹചര്യം, ഭാര്യയെ അടക്കം അറിയിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് വൈകിയാണ് അവരെയൊക്കെ അറിയിച്ചത്. എന്തായാലും അതിനുശേഷം പിന്നീട് ആരോഗ്യമന്ത്രി എത്തുന്ന ഘട്ടത്തിൽ ഇന്നലെയാണ് 5 മരണമെന്ന് പറയുന്നു. വൈകിട്ടോടുകൂടി അത് 6 സ്ഥിരീകരിക്കുന്നു. തിരുവല്ല സ്വദേശിയായ തോമസ് ഉമ്മൻ, അദ്ദേഹത്തിന്റെയൊക്കെ വീട്ടിൽ നമ്മൾ പോകുമ്പോൾ വളരെ സാമ്പത്തികമായി തന്നെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണ കുടുംബങ്ങളാണ്. അവർക്കൊക്കെ പല കാറ്റഗറിയിൽ പല തരത്തിലുള്ള സാമ്പത്തികമായൊക്കെ തന്നെ പല രീതിയിലുള്ള ആളുകളുണ്ട്. ദീർഘകാലമായി പ്രവാസ ജീവിതത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി മാത്രം പ്രവാസ ജീവിതത്തിലേക്ക് എത്തുന്ന ജീവിതം ഒന്ന് കരുപിടിപ്പിച്ച് ആ രീതിയിൽ ഒന്ന് സെറ്റിലായി വരുന്ന ഘട്ടത്തിൽ ജീവിതം അവസാനിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ പല സമ്മിശ്ര വികാരങ്ങളും എല്ലായിടത്തും അത്തരം ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യവുമാണ് ഉള്ളത് എന്നുള്ളതാണ്. എല്ലാവർക്കും, പ്രത്യേകിച്ച് കുടുംബങ്ങൾക്കൊക്കെ അവിശ്വസനീയമായ ഒരു കാര്യമായി ഈ മരണത്തെ മാറുന്നു. പെട്ടെന്നുണ്ടാകുന്ന ഒരു അപകടവും അത്തരം ഒരു മരണവും അംഗീകരിക്കാനുള്ള ഒരു മാനസിക ബുദ്ധിമുട്ടിലാണ് മിക്ക കുടുംബാംഗങ്ങളും. നമ്മളിപ്പോൾ കോന്നിയിലേക്ക് പോവുകയാണെങ്കിൽ ആകാശിന്റെ കുടുംബമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ആകാശായിരുന്നു ആ കുടുംബത്തിന്റെ ഏക ആശ്രയം. 31 വയസ്സുകാരനായ ആകാശിന്റെ അച്ഛൻ 2 വയസ്സിൽ മരിച്ചുപോയതാണ്. പിന്നീട് ആകാശിന്റെ പ്രവാസ ജീവിതം, ആകാശ് നാടും ഒക്കെ വിട്ട് അവിടെ ആ അന്യനാട്ടിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ആ വീടും അനിയത്തിയുടെ സഹോദരിയുടെ വിവാഹവും ഒക്കെ നടത്തിയത് ആ ചെറുപ്പക്കാരനാണ്. അതിനുശേഷം അവന്റെ ജീവിതം ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. വിവാഹ ജീവിതത്തിലേക്ക് ഈ ഓണത്തിനെത്തുമ്പോൾ, അവധിക്കെത്തുമ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് കടക്കാമെന്നുള്ള തീരുമാനത്തിൽ അത്തരത്തിൽ ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്ത് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഓരോ പ്രവാസിയുടെയും ജീവിതം നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത്തരത്തിൽ ദുഃഖകരമായ ഏടുകൾ ആയി എഴുതി ചേർത്തിരിക്കുന്നു ഈ അവസാന ഘട്ടത്തിൽ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പൂർത്തീകരിക്കാത്ത സ്വപ്നങ്ങൾ, ബാക്കി വെച്ചുപോയ കാര്യങ്ങൾ, മാത്രമല്ല പലരുടെയും, അതായത് നമ്മൾ ഈ ആളുകളുടെയൊക്കെ വീട്ടിൽ പോയി ചെറിയ ഇപ്പോൾ വിധവകളാക്കപ്പെട്ട ചെറിയ പെൺകുട്ടികളുണ്ട്. ഒപ്പം തന്നെ ആർക്കും തന്നെ ഭാര്യമാർക്ക് ആർക്കും തന്നെ ജോലിയുള്ളവരല്ല. എല്ലാവരും ഹൗസ് വൈഫും ഒക്കെ വീട്ടിൽ കുട്ടികളെയൊക്കെ നോക്കി വളർത്തുന്ന ആളുകളും ഒക്കെയാണ്. അപ്പോൾ ഈ പോയ ആളുകളൊക്കെ എല്ലാ കുടുംബങ്ങളുടെയും അത്താണിയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് മറികടക്കാനുള്ള ഒരു ധൈര്യം അവർക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പക്ഷേ ആ ഒരു എന്താ പറയുക, ഒരു പകരം വയ്ക്കാൻ കഴിയാത്ത സാഹചര്യത്തിലുള്ള ആളുകൾ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ദുഃഖത്തിലാണ് നാട്. അതാണ് സാഹചര്യം. പത്തനംതിട്ടയിലും കൊല്ലത്തും തിരുവനന്തപുരത്തും കോട്ടയത്തും ഒക്കെ അതീവ ദുഃഖകരമായ പല നാടുകളും പല ഭവനങ്ങളും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം തിരുവനന്തപുരത്ത് കുവൈറ്റിൽ അരനാട് സ്വദേശി അരുൺ ബാബുവിൻ്റെ വിയോഗ വാർത്ത ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരത്ത് അമ്മ അറിഞ്ഞത് എന്നുള്ള ദുഃഖകരമായ കാര്യമുണ്ട്. ദേഹാസ്വാസ്ഥ്യമുണ്ടായി തുടർന്ന അമ്മയെ ചികിത്സയ്ക്ക് വിധേയയാക്കി അരുൺ ബാബുവിൻ്റെ മൃതദേഹം വെമ്പായത്തുള്ള ഭാര്യയുടെ വീട്ടിലാണ് ആദ്യം എത്തിക്കുക. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ബന്ധുക്കൾക്ക് നേരത്തെ ശരണ്യ പറഞ്ഞതുപോലെ അതീവ ദുഃഖകരമായ അപ്രതീക്ഷിതമായ വാർത്തയായി ഈ മരണം മാറുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഒക്കെ കാണാം. ഒരുപാട് പ്രതീക്ഷകളോടെ ഉറ്റവരിൽ നിന്ന് മാറി നിന്ന്, ബന്ധുക്കളിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന് മാറി സ്വന്തം നാടിലേക്ക് നിന്ന് വർഷങ്ങളോളം മാറി നിന്ന് പ്രവാസ ജീവിതത്തിൽ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്ന അനവധി ആളുകൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിലുണ്ട്. അത്തരത്തിൽ സംഭവിക്കുക, ഇങ്ങനൊരു മരണത്തിലേക്ക് കാര്യങ്ങൾ പോവുക എന്നുള്ളത് അതീവ ദുഃഖകരമാണ്. കാരണം ഒരുപാട് പ്രതീക്ഷകളുമായാണ് അവർ പലരും പോകുന്നത്. തൃശ്ശൂരിൽ നിന്ന് രാജു ഗുരുവായൂർ കൂടിച്ചേരുന്നുണ്ട്. രാജു ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? എപ്പോഴേക്ക് ഈ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? അത്യന്തം സങ്കടകരമായ ഒരു കാഴ്ചയിലൂടെയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. ഇവിടെ ഈ
കുന്നംകുളത്തെ പള്ളിയിലാണ് സംസ്കാരം നടക്കുക. ബിനോയിയുടെ മൃതദേഹം ഇപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. സംസ്കാര ചടങ്ങിനായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുന്നംകുളത്തെ പള്ളിയിലാണ് സംസ്കാരം നടക്കുന്നത്. ഇവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷം പള്ളിയിലേക്ക് സംസ്കാരത്തിനായി കൊണ്ടുപോകും എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. അത്യന്തം സങ്കടകരമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും പങ്കുവെക്കാനുള്ളത്. കഴിഞ്ഞ ആഴ്ചയിലാണ് തെക്കൻ പാലയൂർ കൊച്ചിപ്പാടത്ത് 5 സെന്റിൽ വീട് പണിയണം എന്ന ആഗ്രഹത്തോടു കൂടി ബിനോയ് ഗൾഫിലേക്ക് പോകുന്നത്, കുവൈറ്റിലേക്ക് പോകുന്നത്. ഇവിടെ ഷീറ്റ് മേഞ്ഞ താൽക്കാലിക ഷെഡിലാണ് ബിനോയും ഭാര്യ ജിനിതയും മക്കളായ ആദിയും ഇയാനും ഉൾപ്പെടെ കുടുംബം കഴിയുന്നത്. 5 മാസമേ ഈ ഷെഡ് നിർമ്മിച്ചായിട്ടുള്ളൂ. ഇതിന് കെട്ട് നമ്പർ കിട്ടിയിട്ട് കുറച്ച് ദിവസമേ ആയിരുന്നുള്ളൂ. അതിന് മുമ്പ് ബിനോയും കുടുംബവും ഇവിടെ തന്നെ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. വീട് നിർമ്മിക്കാനുള്ള പണം കണ്ടെത്തുന്നതിനായാണ് ബിനോയ് വിദേശത്തേക്ക് പോയത്. എല്ലാവരുമായി സൗഹൃദം പുലർത്തുന്ന ആളായിരുന്നു ബിനോയ്. ജൂൺ 5 ബുധനാഴ്ച കുവൈറ്റിലേക്ക് പോയ ബിനോയിയുടെ മരണ വാർത്തയാണ് ഒരാഴ്ച തികയും മുമ്പ് വീട്ടുകാർക്ക് കേൾക്കേണ്ടി വന്നത്. അപകട വിവരം അറിഞ്ഞു എങ്കിലും ബിനോയ് ഉൾപ്പെട്ടിരിക്കില്ല എന്ന വിശ്വാസത്തിലായിരുന്നു കുടുംബം. ഡെപ്യൂട്ടി കളക്ടർ, തഹസീൽദാർ തുടങ്ങിയ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, MLA NK അക്ബർ, മുൻ MP TN പ്രതാപൻ, ചാവക്കാട് നഗരസഭാ ചെയർമാൻ ഷീജ പ്രശാന്ത്, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് തുടങ്ങിയവർ ഇവരുടെ സന്നിഹിതരായിട്ടുണ്ട്. ഇവര് ഈ മറ്റ് ശുശ്രൂഷകൾക്ക് ശേഷം, സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം പൊതുദർശനം നടത്തിയ ശേഷം ഇവിടെ നിന്നും കുന്നംകുളത്തേക്ക് മൃതദേഹം കൊണ്ടുപോയി സംസ്കരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ദുഃഖകരമായ സാഹചര്യം, ദുഃഖം തളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷമാണ് എമ്പാടും. ഇതിനിടയിൽ കുവൈറ്റ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്ന് തന്നെയാണ്. ഷോർട്ട് സർക്യൂട്ട് അപകട കാരണമായി വരുന്നു എന്നുള്ളതാണ്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം. നേരത്തെ അവിടെ സെക്യൂരിറ്റിയുടെ റൂമിൽ നിന്ന്, മുറിയിൽ നിന്ന് ഗ്യാസ് സ്റ്റൗ കത്തിച്ചതിനെ തുടർന്നാണ് ഈ തീപിടുത്തത്തിലെ കാര്യങ്ങൾ പോയത് എന്നായിരുന്നു വിവരങ്ങൾ. പക്ഷേ അതിപ്പോൾ അങ്ങനെയല്ല സംഭവം എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് വളരെ കൃത്യമായി തന്നെ. അതായത് ഈ ഷോർട്ട് സർക്യൂട്ട് അപകടമുണ്ടാകുന്നു. ഒപ്പം ഈ മുറികൾ സെപ്പറേറ്റ് ചെയ്യാൻ, മുറികൾ തരംതിരിക്കാൻ വെച്ചിരുന്ന പ്രത്യേകതരം സംവിധാനങ്ങളുണ്ട്. അതിലൂടെ തീ പിടിച്ചപ്പോൾ പുക പടരുകയും അത് ഈ പുക ശ്വസിച്ചാണ് കൂടുതൽ മരണവും ഉണ്ടായത് എന്നുള്ളതാണ്. രക്ഷപ്പെടാൻ സാധിക്കാത്ത വിധമായിരുന്നു ഈ കെട്ടിടത്തിൻ്റെ ഒരു സ്ട്രക്ചറും മറ്റും എന്നുള്ളത് ഇതിനോട് ചേർത്ത് വായിക്കണം. അതുപോലെ തന്നെ അത്തരത്തിൽ വളരെ ദുരന്തപൂർണമായ ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്.